ശ്രീ ജയചന്ദ്രനിലേക്ക് വരികയാണ്. ശ്രീ ജയചന്ദ്രൻ, നമ്മൾ പൊതുവായി പ്രതിപക്ഷത്തെ സമീപിച്ചുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചത്. അതിനാധാരമായി ഞാൻ എടുത്തത് താങ്കളിപ്പോൾ ഇരിക്കുന്ന ആലപ്പുഴയിൽ ഞങ്ങളുടെ സ്റ്റുഡിയോയിലാണല്ലോ ഉള്ളത്. ആലപ്പുഴയിലാണ് പ്രതിപക്ഷ നേതാവിന് വാർത്താ സമ്മേളനത്തിൽ ചില കാര്യങ്ങൾ, അത് ഒരു അഴിമതി ആരോപണത്തിൻ്റെ സ്വരത്തിലും സ്വഭാവത്തിലും മാധ്യമ സ്ഥാപനങ്ങളെ ബന്ധപ്പെടുത്തി മാധ്യമങ്ങൾ പരസ്യം വാങ്ങുന്നത് തെറ്റല്ല എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു. സർക്കാർ വാർഷികവുമായി ബന്ധപ്പെട്ട് പരസ്യം വാങ്ങുന്നത് തെറ്റല്ല, അത് വാങ്ങേണ്ടതുമാണ്, കിട്ടേണ്ടതുമാണ് എന്ന് സമ്മതിച്ചു. അല്ലാതെ പണം മാധ്യമങ്ങൾക്ക് ലഭിക്കുന്നു എന്ന നിലയിലേക്കുള്ള ഒരു പ്രശ്നം അവതരിപ്പിച്ചു. അതിൽ നിന്ന് അദ്ദേഹത്തിന് എത്രമാത്രം മുന്നോട്ട് പോകാൻ കഴിഞ്ഞു? അതിൽ നിന്ന് അദ്ദേഹത്തിന് പിന്നോട്ട് പോകേണ്ടി വന്നോ? കാരണം മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളിൽ നിന്ന്. അപ്പോൾ ഈ ഒരൊറ്റ ഇൻസിഡൻറ്റ് വെച്ചിട്ടാണ് ഞാൻ തുടർച്ചയായി പ്രതിപക്ഷത്തിന് ആധികാരികമായൊരു മൂവ്മെൻറ്റായി കേരളത്തിൽ മാറാൻ കഴിഞ്ഞിട്ടില്ലല്ലോ എന്ന പ്രശ്നത്തെ അദ്ദേഹത്തിന് മുമ്പിൽ അവതരിപ്പിച്ചത്. ഇന്നത്തെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ശ്രീ ജയചന്ദ്രൻ, താങ്കൾക്ക് തോന്നുന്നത്? ശരത്ത്, ഇതിൽ അടിസ്ഥാന പ്രശ്നം എന്ന് പറഞ്ഞാൽ 1848 നമ്മുടെ തലശ്ശേരിയിൽ ഗുണ്ടട്ട് വന്ന കാലം മുതൽ കല്ലച്ചിൽ തുടങ്ങിയ പ്രസിഡന്റ് ഒരു ചരിത്രം നമ്മളെല്ലാം പഠിച്ചിട്ടുള്ളതാണ്, കുട്ടികളെ പഠിപ്പിക്കുന്നതുമാണ് പിൽക്കാലങ്ങളിൽ. അന്നു മുതൽ തുടങ്ങിയ മഹിതമായൊരു പാരമ്പര്യമുള്ള പ്രദേശമാണ് കേരളം മാധ്യമങ്ങളുമായി ബന്ധപ്പെട്ട്. പക്ഷേ പ്രതിപക്ഷ നേതാവ് ഇന്ന് ആലപ്പുഴയിൽ പ്രസ് ക്ലബിൽ വന്ന് നടത്തിയത് ആഭാസകരമായ പരാമർശങ്ങൾ എന്ന് ഏറ്റവും മിതമായ ഭാഷയിൽ എനിക്ക് പറയാൻ കഴിയും. അത്ര ആഭാസകരമാണ് അദ്ദേഹം മാധ്യമങ്ങളെപ്പറ്റി പറഞ്ഞ ഓരോ വാക്കും. എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചപ്പോൾ വളരെ അലക്ഷ്യമായും ഉത്തരവാദിത്വരഹിതമായും അദ്ദേഹം വർത്തമാനം പറയുന്നത് അത് മുഖ്യമന്ത്രി പറയട്ടെ. എന്താണ് മുഖ്യമന്ത്രി പറയേണ്ടത്? കേരളത്തിലെ സർക്കാർ പരസ്യങ്ങൾ കൂടാതെ മാധ്യമ പ്രവർത്തകർക്ക് അതോ ഇനി മാധ്യമ സ്ഥാപനങ്ങൾക്കാണോ? രണ്ടായാലും അത് വ്യക്തമാക്കാനുള്ള ബാധ്യതയില്ലേ ഭരണഘടനാ പദവി ആയ പ്രതിപക്ഷ നേതാവിൻ്റെ കസരയിലിരിക്കുന്ന ഒരു വ്യക്തിക്ക്, ഒരു MLA-ക്ക്, ഒരു മനുഷ്യന് ഇല്ലേ? ഉത്തരവാദിത്വം ഇല്ലേ? ഉത്തരവാദിത്വം ഇല്ലെങ്കിൽ വാ തുറന്ന് ഇത്തരത്തിലുള്ള ആഭാസകരമായ വർത്തമാനങ്ങൾ പറയാൻ പാടില്ലാത്തതാണ്. അതെങ്കിലും പറഞ്ഞു കൊടുക്കണം ലിജേഷ് അനന്തിനെ പോലെയുള്ള അനുയായികളെങ്കിലും. കാര്യം നിങ്ങൾക്കൊക്കെ നാളെയും ഈ കേരളീയ സമൂഹത്തിൽ, പൊതുസമൂഹത്തിൽ ആത്മാഭിമാനത്തോടെ സ്വന്തം പ്രവർത്തനങ്ങൾ നടത്താനും രാഷ്ട്രീയ പ്രവർത്തനം നടത്താനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം എക്കാലവുമുണ്ട്. നിങ്ങളെയൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നത് കൈരളി അടക്കമുള്ള മാധ്യമങ്ങളുമാണ്. അങ്ങനെ കൈരളി അടക്കമുള്ള, ദേശാഭിമാനി അടക്കമുള്ള, ജനയുഗത്തെ പോലുള്ള പത്രങ്ങൾ പ്രവർത്തിക്കുന്ന കേരളത്തിൽ അവർക്കാണോ പണം കൊടുക്കുന്നത് സർക്കാർ പ്രത്യേകമായി? അല്ലല്ലോ. അത് ആ ദുസൂചന അല്ലല്ലോ VD സതീശൻ മുമ്പോട്ട് വെച്ചത്. അത് ആർക്കൊക്കെയാണെന്ന് മുഖ്യമന്ത്രി പറയട്ടെ എന്നുള്ള ഒരു പഴത്തൊലിയിൽ ചവിട്ടിയ പോലുള്ള വർത്തമാനം പറഞ്ഞിട്ട് രക്ഷപ്പെടാൻ നിങ്ങൾക്ക് ഞാൻ മറുപടി പറയില്ല എന്ന ഒളിച്ചോട്ടം, ഇതൊക്കെ എവിടെയാണ് നടത്തുന്നതെന്നുള്ള മനസ്സിലാക്കണം. ഈ സാക്ഷരതയിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന ഹൈലി പോളറൈസ്ഡ് ആയിട്ടുള്ള, പൊളിറ്റിക്കലി ഹൈലി പോളറൈസ്ഡ് ആണ് നമ്മുടെ സംസ്ഥാനമെന്ന് മനസ്സിലാക്കണം. അതെല്ലാം ജനങ്ങൾക്ക് വകതിരിവുള്ളതുകൊണ്ടാണ്. ആ വകതിരിയുള്ള ജനങ്ങളുടെ മുമ്പിൽ നിന്നാണ് പ്രതിപക്ഷ നേതാവിൻ്റെ പദവിയിലിരിക്കുന്ന ഒരാൾ ഇങ്ങനെയൊക്കെ വന്ന് വളരെ നിലവാരമില്ലാത്ത, ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ എനിക്ക് പറയാൻ ഇഷ്ടമുണ്ടായിട്ടില്ല നിജേഷ്, പക്ഷേ പറയിപ്പിക്കുകയാണ് ആഭാസകരമായ രീതിയിൽ മാധ്യമങ്ങളെ ആക്ഷേപിക്കുമ്പോൾ. മാധ്യമങ്ങളെ വിമർശിക്കണമെന്ന് ഒരു മാധ്യമങ്ങളും വിമർശനത്തിന് അതീതരൊന്നുമല്ല. പക്ഷേ അത് വിമർശനമായിരിക്കണം, ഉത്തരവാദിത്തോടെ ആയിരിക്കണം. വാട്ട് ഈസ് വാട്ട് എന്നുള്ളത് മനസ്സിലാക്കാനുള്ള അധികാരം, അവകാശം ജനങ്ങൾക്കുണ്ട്, മാധ്യമങ്ങൾക്കുമുണ്ട്. അതിന് പകരം ഇത്തരത്തിലുള്ള ഈ വർത്തമാനമാണ് പറഞ്ഞു പോകേണ്ടത് മാധ്യമങ്ങൾക്ക് നേരെ, മാധ്യമ പ്രവർത്തകർക്ക് നേരെ, മാധ്യമ സ്ഥാപനങ്ങൾക്ക് നേരെ. അതല്ലല്ലോ കേരളത്തിൻ്റെ ട്രാജക്ടറി. ഇതുമായി ബന്ധപ്പെട്ടത് മുഴുവൻ പരിശോധിച്ചോളൂ നിങ്ങൾ. ഞാൻ എത്ര നേരം വേണമെങ്കിലും ജയിഷുകൊണ്ട് കാര്യത്തിൽ മറുപടി പറയാൻ തയ്യാറാണ്, ഉത്തരവാദിത്തോടെ തന്നെ. കാര്യം അതിൽ വേദനയുണ്ട്, പ്രതിഷേധമുണ്ട്, രോഷവുമുണ്ട്. ഇത്തരത്തിലുള്ള വർത്തമാനം പറഞ്ഞു പോകുന്ന ഒരാൾ പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുന്ന പാർട്ടിയുടെ പ്രതിനിധിയായിട്ട് നിജേഷിനെ പോലെ ഒരു യുവ നേതാവിന് ഇവിടെ വന്നിരുന്ന് ഇങ്ങനെ വറങ്ങലിച്ചിരിക്കേണ്ടി വരുമ്പോൾ അതല്ലേ അത്. പിന്നെ ഒരുപക്ഷെ ശരത്തെ മറ്റൊരു കാര്യമുണ്ട് കേട്ടോ, അത് ഇടയ്ക്ക് ഞാൻ പറഞ്ഞു പോവാം, കൂട്ടത്തിൽ കുഴപ്പമില്ലാത്ത, പറയാതിരിക്കാനും പറ്റില്ലാത്തതുകൊണ്ടാണ്. കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ്, ഞാനിപ്പോൾ ആലപ്പുഴയിലാണുള്ളത്, ആലപ്പുഴ സ്റ്റുഡിയോയിലാണുള്ളത്. ഞങ്ങളുടെ കേരളത്തിലെ സതീശനൊക്കെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരു പത്രത്തിൻ്റെ, അല്ലെങ്കിൽ UDF-നും കോൺഗ്രസിനും ഏറ്റവും വേണ്ടപ്പെട്ട പത്രത്തിൻ്റെ 1-ാം പേജിൽ വാർത്ത വരികയാണ്. ആലപ്പുഴ ജില്ലക്കാരനായ കുട്ടനാട് MLA തോമസ് കെ തോമസ്, ആൻ്റണി രാജു, കോവൂർ കുഞ്ഞുമോൻ എന്നിവരെ BJP പാളയത്തിൽ എത്തിക്കാൻ വേണ്ടി അജിത് പവാറിൻ്റെ അറിവോടുകൂടി 50 കോടി രൂപ വീതം വാഗ്ദാനം ചെയ്തു എന്ന് പറഞ്ഞ് ഒരു പത്രത്തിൽ വാർത്ത വരികയാണ്. പത്രത്തിൻ്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല, എല്ലാവരുടെ മുമ്പിലുള്ളതാണ് ആ പേരുകളൊക്കെ. അപ്പോൾ എൻ്റെ നല്ല അടുത്ത സുഹൃത്താണ് തോമസ് കെ തോമസ്, ഞങ്ങളൊക്കെ തോമാച്ചായൻ എന്നാണ് വിളിക്കുന്നത്. ഞാൻ ചോദിച്ചു, എന്താ തോമച്ചായ സംഭവം? അപ്പോൾ എന്നോട് പറഞ്ഞു, ജയചന്ദ്ര നിങ്ങളൊന്ന്
അന്വേഷിക്കണം, നിങ്ങളൊക്കെ ഈ മേഖലയായിട്ട് എത്രയോ വർഷങ്ങളായിട്ട് നിങ്ങൾ ഈ രംഗത്ത് നിൽക്കുന്ന ആളാണ്, ഒന്ന് അന്വേഷിച്ച് അതിൻ്റെ വസ്തുത എന്താണെന്ന് എനിക്കൂടെ ഒന്ന് ബോധ്യപ്പെടുത്തി തരണം. സ്വാഭാവികമായിട്ടും പുള്ളി പറഞ്ഞില്ലെങ്കിലും ഞാൻ അന്വേഷിക്കും. പിന്നെ അന്വേഷിച്ചു. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ ദിവസങ്ങളിലൊന്നും മറുപടിയൊന്നും കിട്ടിയില്ല. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് പിന്നെ ആ ബന്ധപ്പെട്ട പത്രം അല്ലെങ്കിൽ ആ പത്രവുമായി ബന്ധപ്പെട്ട ആൾക്കാർക്ക് വേണ്ടി കുറേ ലക്ഷങ്ങൾ ചെലവഴിക്കപ്പെട്ടു അത്രേ ഈ വാർത്ത ആ പത്രത്തിൻ്റെ 1-ാം പേജിൽ സ്റ്റോറിയായിട്ട് അച്ചടിച്ച് വരാൻ വേണ്ടി. അതിൽ ഈ പറയുന്ന ഇന്ന് ആലപ്പുഴയിൽ നിന്ന് മാധ്യമങ്ങളെ തോന്നിവാസം പറഞ്ഞ സതീശനൊക്കെ ഉണ്ടോ എന്നുള്ളത് നിങ്ങളൊക്കെ അന്വേഷിച്ചോളൂ. അദ്ദേഹത്തിൻ്റെ കറുത്ത കരങ്ങൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്നൊക്കെ ഉള്ളത്. പക്ഷേ ആ പത്രത്തിൽ വാർത്ത വന്നത് ഇങ്ങനെയാണ്. അപ്പോൾ എന്തിനാണ് ആ വാർത്ത വന്നത്? അതിൻ്റെ പിന്നിൽ ഒരുപാട് കഥകളുണ്ട്. ആ കഥകളിലേക്ക് ഇപ്പോൾ പോകാൻ യാതൊരു സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അത് എടുക്കുന്നില്ല. ശരി. അപ്പോൾ സതീശന് ഇത് അറിയാം, അങ്ങനെ കാണിക്കുന്ന ചില ആൾക്കാർ ആ പാളയത്തിലുണ്ട്, ആ കൂടാരത്തിലുണ്ടെന്നുള്ളത്. അതുകൊണ്ടായിരിക്കും അദ്ദേഹം ഇത് ഇത്ര ആധികാരികമായി പറയുന്നത്. പക്ഷേ ആലപ്പുഴയിലെ മാധ്യമപ്രവർത്തകർ വിട്ടില്ല. ആവർത്തിച്ച് ചോദിച്ചപ്പോൾ നിങ്ങളോട് മറുപടി പറയാൻ സൗകര്യമില്ല എന്നുള്ള വളരെ പുച്ഛത്തോടെ അവജ്ഞയോടെ ഒരു പൊതുപ്രവർത്തകന് ഒരു കാലത്തും ചേരാത്ത വിധത്തിലുള്ള ഒരു ശരീരഭാഷയുമായിട്ടാണ് മാധ്യമപ്രവർത്തകരെ നേരിടാൻ അവിടെ അദ്ദേഹം തയ്യാറായത്. കടുത്ത ഭാഷയിലാണ് ശ്രീ ജയചന്ദ്രൻ, കടുത്ത ഭാഷയിലാണ് ശ്രീ എം ജയചന്ദ്രനെ പോലൊരു മാധ്യമപ്രവർത്തകൻ പ്രതിപക്ഷ നേതാവിൻ്റെ ഈ പ്രവൃത്തിയോട് ഇപ്പോൾ പ്രതികരിച്ചത്.